പത്തനാപുരം ഗാന്ധി ഭവന്റെ നിയന്ത്രണത്തിൽ കൊഴിഞ്ഞാമ്പാറ നീലങ്കാച്ചിയിൽ ആരംഭിക്കുന്ന കെ എ ശിവരാമഭാരതി അഭയകേന്ദ്രത്തിന് തറക്കല്ലിട്ടു. സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ എംഎൽഎയുമായ കെ എ ശിവരാമഭാരതിയുടെ സ്മരണയ്ക്കായാണ് അഭയകേന്ദ്രം നിർമ്മിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ കരമ്പറ്റ വീട്ടിൽ അഡ്വക്കേറ്റ് കൊച്ചുകൃഷ്ണൻ പത്തനാപുരം ഗാന്ധിഭവന് ദാനമായി നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് അദ്ദേഹത്തിന്റെ പിതാവായ ശിവരാമഭാരതിയുടെ പേരിൽ അഭയകേന്ദ്രം നിർമ്മിക്കുന്നത്. പ്രവാസി വ്യവസായി ഡോക്ടർ പി ഗൾഫാർ മുഹമ്മദ് അലിയാണ് ഇതിനായി കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമിപൂജയും തറക്കല്ലിടൽ ചടങ്ങും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കൊച്ചുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ ട്രസ്റ്റ് ചെയർമാൻ പുനലൂർ സോമരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. രാമകൃഷ്ണൻ കൊഴിഞ്ഞാമ്പാറ, കെ ഗോപാലസ്വാമി, രാജലക്ഷ്മി, വിളയോടി വേണുഗോപാൽ, രമേശ്, വിനോദ്, അജിത് തിരൂർ, സുരേഷ് ബാബു, ബാലചന്ദ്രൻ പുതുവയൽ, ആറുമുഖൻ നാട്ടുകൽ, ശശികുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സാംസ്കാരിക രംഗത്തെ മഹാപ്രതിഭയായിരുന്ന ഡോക്ടർ സുകുമാർ അരീക്കോട് 2002 ഭദ്രദീപം തെളിയിച്ച് സമാരംഭിക്കുകയും ഒരു സാംസ്കാരിക സംഘടന പിന്നീട് ഒരു വയോജനങ്ങൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം സ്ഥാപിച്ച് 2003 പിന്നീട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിച്ചു. അതിനുശേഷം കുട്ടികളുടെ ചിൽഡ്രൻസ് ഹോം സ്ഥാപിച്ചു. പിന്നീട് മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സൈക്കാട്രിക് സെൻ്റർ ആരംഭിച്ചു. പിന്നീട് ഭിന്നശേഷിയുള്ള മുതിർന്നവരെ പരിപാലിക്കുന്ന അതിനുള്ള ഒരു സെൻ്റർ ആരംഭിച്ചു. അതിനുശേഷം കിടപ്പ് രോഗികൾക്ക് വേണ്ടി പാലിയേറ്റീവ് സെൻ്റർ ആരംഭിച്ചു. പിന്നീട് HIV രോഗം ബാധിച്ചവർക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഒരു സെൻ്റർ ആരംഭിച്ചു. അങ്ങനെ നാനാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളെ ഒരു സ്ഥലത്ത് ഏകോപിപ്പിച്ചു. അതൊരു കൊച്ചു ഗ്രാമമായി. കല്ലടയാറിൻ്റെ തീരത്താണിത് സ്ഥാപിച്ചത്. ആ ഗ്രാമം പിന്നീട് വളർന്നു. ആ ഗ്രാമത്തിൻ്റെ വളർച്ച സമൂഹം നോക്കി നിൽക്കെ പെട്ടെന്ന് വളരുകയായിരുന്നു. അവിടെ അഭയം തേടിയെത്തുന്നവർക്ക് മാത്രമല്ല, പുറത്തുള്ളവർക്കും സഹായം നൽകുക എന്ന ഉദ്ദേശത്തോട് കേരള ഹൈക്കോടതിയുടെ കീഴിൽ ഒരു ലീഗൽ എയ്ഡ് സെൻ്റർ സ്ഥാപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.